ജീറിയാട്രിക് ഫ്രാക്ചേഴ്സ് നമ്മൾ കാണുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഫ്രാക്ചറാണ്. ജീറിയാട്രിക് ഫ്രാക്ചേഴ്സ് എന്ന് ഉദ്ദേശിച്ചാൽ പ്രായമായി കഴിയുമ്പോൾ എല്ലിന് ബലക്കുറവ് ഉണ്ടായതിന് ശേഷം ജസ്റ്റ് ഒന്ന് തെന്നി വീഴുവോ മുട്ടുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും കോമൺ ആയ ഫ്രാക്ചേഴ്സിനെയാണ് ജീറിയാട്രിക് ഫ്രാക്ചേഴ്സ് അല്ലെ പ്രായമുള്ളവർക്ക് വരുന്ന ഫ്രാക്ചേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ജോൺ. ഞാൻ മരിയൻ മെഡിക്കൽ സെൻറ്ററിലെ കൺസൾട്ടൻറ്റ് ഓർത്തോപീഡിക് സർജനാണ്. ജീറിയാട്രിക് ഫ്രാക്ചേഴ്സിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഫ്രാക്ചേഴ്സ്, ഒന്ന് ഇടുപ്പിൻ്റെ അഥവാ ഹിപ്പ് എന്ന് പറയും, രണ്ട് റിസ്റ്റ് അഥവാ കൈയുടെ കുഴയുടെ, മൂന്ന് സ്പൈൻ അഥവാ നട്ടലിൻ്റെ ഫ്രാക്ചേഴ്സാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പ്രായമായിട്ടുള്ള പേഷ്യൻസിൽ കണ്ടുവരുന്ന ഫ്രാക്ചേഴ്സ്. ഇന്ന് ഞാൻ അതിൻ്റെ ഒരു ഹിപ്പിന് വന്ന ഒരു ഫ്രാക്ചറിൻ്റെ കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹിപ്പിൻ്റെ ജീറിയാട്രിക് ഫ്രാക്ചേഴ്സിൽ നമുക്ക് കോമൺലി വരുന്നത് ഒരു 75 അല്ലെങ്കിൽ 85 വയസ്സുള്ള, ഈവൻ ചിലപ്പോൾ 90-95 വയസ്സുള്ള വരെ പ്രായമായിട്ടുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഇടുപ്പിൻ്റെ ഫ്രാക്ചറായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് ആ ഫ്രാക്ചറിന് സർജറി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റും. കാല് കുത്തി നടന്നിട്ട് ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്ന ബോൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രാക്ചേഴ്സിന് നോർമലി സർജറിയിലൂടെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ജീറിയാട്രിക് ഹിപ്പ് ഫ്രാക്ചേഴ്സിനകത്ത് സർജറി ചെയ്താലുള്ള അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചാൽ, എത്രയും പെട്ടെന്ന് ആ പേഷ്യൻറ്റിനെ നമ്മൾ പഴയ പോലെ എണീപ്പിച്ച് ഇരുത്താനും നടത്താനും സാധിക്കും. വേദന വളരെ കുറവേ ഉണ്ടാവത്തുള്ളൂ. അതുപോലെ മറ്റുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒഴിവാക്കാം. കോംപ്ലിക്കേഷൻസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ സർജറി ചെയ്യാതെ കിടപ്പായി പോവുക, ഈ യൂറിനറി ഇൻഫെക്ഷൻ വരിക, ബെഡ് സോർ വരിക, ചെസ്റ്റ് ഇൻഫെക്ഷൻ വരിക, അല്ലെങ്കിൽ കാലയിൽ രക്തം ക്ലോട്ട് ആവുക, DVT വരിക, ഇങ്ങനത്തെ ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻസ് വരെ നമ്മൾ ഈ സർജറി ഒഴിവാക്കുന്നതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പ്രായമുള്ള ഈ പേഷ്യൻസിന് എല്ലാവർക്കും തന്നെ ഒട്ടുമിക്ക മറ്റ് അസുഖങ്ങളും ഉണ്ടാവാറുണ്ട്. ഷുഗർ, പ്രഷർ, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ, കിഡ്നിയുടെ പ്രോബ്ലംസ്, അങ്ങനെ പല പല അസോസിയേറ്റഡ് ആയിട്ടുള്ള കോമോർബിഡിറ്റീസും ഉണ്ടാവാറുണ്ട്. നമ്മൾ നോർമലി ഇങ്ങനത്തെ പേഷ്യൻസിനോട് സർജറി നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ പേഷ്യൻസിൻ്റെയോ ബൈസ്റ്റാൻഡേഴ്സിൻ്റെയോ ചോദ്യം എന്ന് വെച്ചാൽ, അമ്മച്ചിക്ക് ഇത്രയും പ്രായമായില്ലേ, ഇനി സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അത് റിസ്ക് അല്ലേ, ഈ സർജറി ചെയ്താൽ എണീറ്റ് നടക്കുമോ എന്നുള്ള ചോദ്യങ്ങളാണ് യൂഷ്വലി പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സും ചോദിക്കുന്നത്. ഇതിൻ്റെ ഒരു മെഡിക്കൽ ആൻസർ ചോദിക്കുവാണെങ്കിൽ യെസ്, അതിനകത്ത് ഡെഫിനറ്റ്ലി നമുക്ക് പ്രായമായിട്ടുള്ള പേഷ്യൻസിന് അനസ്തീഷ്യ കൊടുക്കാനും മേജർ സർജറീസ് ചെയ്യാനും റിസ്ക് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സയൻറ്റിഫിക് ടെക്നോളജീസ് ഉപയോഗിച്ച് നമ്മൾ അനസ്തീഷ്യ കൊടുക്കുകയും ചെറിയ ഇൻസിഷനിലൂടെ സർജറി ചെയ്യുകയും അവർക്ക് നല്ല പോസ്റ്റ് ഓപ്പറേറ്റീവ് ICU കെയർ കൊടുക്കുകയും എത്ര പെട്ടെന്ന് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നതോടുകൂടെ നമുക്ക് ഈ റിസ്കുകൾ ഒരു പരിധി കൂടുതൽ നമുക്ക് അവോയ്ഡ് ചെയ്യാനും അതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ബെനിഫിറ്റ് ഈ റിസ്കിനേക്കാളും വളരെ അധികമാണ്. അപ്പോൾ ആ പേഷ്യൻറ്റിനെ നമ്മൾ വീണ്ടും ലൈഫിലോട്ട് തിരിച്ചെണീറ്റ് നടത്താനായിട്ട് നമ്മൾ ആ റിസ്ക് എടുക്കുന്നതാണ് സർജറി ചെയ്യാതെ ആ പേഷ്യൻറ്റിനെ ഉപേക്ഷിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത്.